രമയോട് മിണ്ടില്ല എന്നങ്ങനെയെങ്കിൽ പിണറായിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും വ്യക്തമാക്കണം. അങ്ങനെയെങ്കിൽ പിന്നെ രമയ്ക്ക് ഇനിയിപ്പോൾ ചോദ്യം ചോദിക്കാതിരിക്കാമല്ലോ. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ നിങ്ങൾ അവരുടെ പേരെടുത്ത് പറയുന്നില്ല, ആ രാഷ്ട്രീയ അസ്തിത്വം അംഗീകരിക്കുന്നില്ല. അവർ പരോളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിക്കുമ്പോൾ അത് കൊടുക്കുന്നില്ല. ഇപ്പോൾ അങ്ങ് ഈ പറയുന്ന ഒരു ASI വന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി യഥാസമയം പൊതുസമൂഹത്തോട് പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ. ഈ പറയുന്ന പരോളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വേണമെന്ന് ഒരു നിയമസഭാ സാമാജിക നിലയിൽ കൊടുത്ത കാര്യമുണ്ട്. അവർക്ക് അവിടെയാണ് കിട്ടേണ്ടത്. ഒരു CPM നേതാവ് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അത് RTI പ്രകാരം കൊടുക്കാവുന്നതല്ലേ, അങ്ങനെ കിട്ടുമല്ലോ എന്ന്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആനുകൂല്യത്തിലൂടെ അല്ല. ഇതിപ്പോൾ CPM പ്രവർത്തകൻ അല്ലെങ്കിൽ ആ CPMന്റെ പ്രതിനിധി ഉപദേശിക്കുന്ന മട്ടിൽ പോകേണ്ട ഒരാളല്ല KK രമ. അത് സ്വന്തം പാർട്ടിക്കാരോട് പറഞ്ഞാൽ മതി RTI എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന്. ഇവിടെ ഇപ്പോൾ ആ നിയമസഭാ സാമാജിക അവരുടെ അവകാശമാണ്. അതിന്റെ അടിസ്ഥാനപരമായാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മറുപടിയില്ല. മുഖത്തോട് മുഖം ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടിക്കിരിക്കില്ല. ഇതെന്ത് സമീപനമാണ്? അല്ല, ഞാൻ രണ്ട് കാരണങ്ങൾ പറയാം. ഒന്ന്, ബഹുമാനപ്പെട്ട KK രമയെ കേരള നിയമസഭയിൽ അംഗമായിട്ട് 3 വർഷം കഴിഞ്ഞു. കൃത്യം 3 വർഷമായി. കഴിഞ്ഞ 1 വർഷം മുമ്പ്, ഞാൻ വൈകിയ ഓർമ്മ വന്ന്, കഴിഞ്ഞ 1 വർഷം മുമ്പ് അവരോട് മാധ്യമങ്ങളൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും അവഗണന ഈ സർക്കാരിൽ നിന്നുണ്ടോ? നിങ്ങൾ TP ചന്ദ്രശേഖരന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ വളരെ നിർണായകമായ ഒരു സമയത്ത് നിങ്ങൾ നിയമസഭാ പ്രവേശനത്തിലുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താ അറിയോ? അത് റെക്കോർഡറാണ്, തർക്കിക്കണ്ട. അവർ പറഞ്ഞെന്താ അറിയോ? ആ രീതിയിലുള്ള അവഗണന ഒന്നും എനിക്ക് കിട്ടാറില്ല. ലോക്സഭ വടകര നിയോജകമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെല്ലുന്ന ഏത് സമർപ്പിക്കുന്ന നിവേദനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ പരിഗണന നൽകാണ്ട് പ്രത്യേകിച്ച് റോഡിന്റെ കാര്യത്തിൽ അവർ പലപ്പോഴും പറഞ്ഞു. ഇതൊക്കെ ജനാധിപത്യ കേരളത്തിൽ ഒരു സ്വാഭാവികതയായി കാണേണ്ടതാണ്, അല്ലാതെ ഒരു അപൂർവതയായിട്ട് അവതരിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല. ചോദ്യത്തിന് മറുപടി ശ്രീ റെജി ലൂക്കോസ്, പരോളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നിയമസഭാ സാമാജിക നിലയിൽ ചോദിച്ചപ്പോൾ കൊടുത്തില്ലെങ്കിൽ അത് അവഗണനയാണോ പരിഗണനയാണോ? ആ ഒറ്റ കാര്യത്തിന് മറുപടി പറ, പിന്നെ നമുക്ക് മണ്ഡല വികസനത്തിന്റെ കാര്യം ചർച്ച ചെയ്യാം. അല്ല, വേണു എന്നോടെന്നാ ചോദിച്ചു, അവരെ അവഗണിക്കുന്നു, മോൻ കൊടുക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ കാരണമാണ്, അതിന്റെ കാരണമാണ് ചൂണ്ടിക്കാട്ടിയത്. അല്ല, അതിന് അങ്ങനെ ഒരു അവഗണന അവർക്ക് ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ 2022 മുതൽ പെൻഡിംഗ് ആണ് ആ പരോളുമായി ബന്ധപ്പെട്ട അവരുടെ വിവരങ്ങൾ. 2021 ഇങ്ങോട്ടേക്ക് കയറി വന്നതെന്ന് കണക്കറിയാമല്ലോ. അങ്ങനെയെങ്കിൽ 2022 മുതലുള്ള അവരുടെ അവകാശ ലംഘനത്തിന്റെ കാര്യത്തിലുള്ള യുക്തി കൂടെ പറഞ്ഞു തരണം. വളരെ ബാലിശമായ ഒരു ചോദ്യമല്ലേ? ഒരു കേരള സർക്കാർ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിക്ക് ശിക്ഷകൾ കൊടുക്കാൻ പറ്റും. അത് ഗവർണർ. അതൊന്നുമല്ല, പരോളിന്റെ കണക്ക് നിയമസഭാ സാമാജികയോട് പറഞ്ഞില്ല എന്നതാണ് എന്റെ ചോദ്യം. പരോളിന്റെ കണക്ക്. പിന്നെ മാത്രമല്ല, എപ്പോഴും വിളക്ക് പിടിച്ചിങ്ങനെ നടക്കണോ ഈ മുഖ്യമന്ത്രിയുടെ പിന്നാലെ? ഇയാൾ ആർക്കെങ്കിലും ശിക്ഷാ ഇളവിനുള്ള നീക്കം നടത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഇയാളുടെ കീഴിലുള്ള ആരെങ്കിലും അത്തരം നീക്കങ്ങൾ നടത്തുന്നുണ്ടോ? ഇയാൾ അപ്പീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എത്രത്തോളം മുന്നോട്ട് പോയി? ആ കടലാസ് ഇപ്പോൾ ഏത് മേശയിൽ ഇരിക്കുകയാണ്? അതിലേക്ക് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പ്രസാദിക്കൽ എപ്പോഴാണ്? ഇങ്ങനെ വിളക്ക് പിടിച്ച് നടക്കണോ? ശ്രീ NV ബാലകൃഷ്ണൻ, ഇവിടെ ഈ നിയമസഭാ സാമാജികയുടെ രാഷ്ട്രീയ അസ്തിത്വം സഭയ്ക്കകത്തും പുറത്തും നിഷേധിച്ച് എത്ര കാലം ഇങ്ങനെ ഈ പറയുന്ന മുഖം പൂഴ്ത്തി നിൽക്കാൻ CPMന് കഴിയും? ഇപ്പോ രമയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ലെങ്കിലും ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖം തന്നെയാണല്ലോ അവർ. അതിലേക്ക് എങ്ങനെയാണ് മുഖം തിരിച്ചു നിൽക്കാൻ കഴിയുക? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വേണു, അവർക്ക് കുറച്ചു കാലത്തേക്കൊക്കെ രമയുടെ മുഖത്തേക്ക് നോക്കാതിരിക്കാം, പക്ഷെ അവർക്ക് ചരിത്രത്തിന്റെ മുഖത്തേക്ക് നോക്കാതിരിക്കാനാവില്ല. കാരണം ചരിത്രം ഈ പറയുന്ന പിണറായി വിജയന്റെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും മുഖത്ത് കരികൊണ്ട് എഴുതി വെച്ച ഒരു കാര്യമുണ്ട്. അത് എത്രയൊക്കെ അവർ നിഷേധിക്കാൻ ശ്രമിച്ചാലും നിഷേധിക്കപ്പെടില്ല. ചരിത്രത്തിൽ അത് സ്ഥാപിതമാവുക തന്നെ ചെയ്യും. ഇപ്പം അതിപ്പോൾ കേരളത്തിൽ ആർക്കെങ്കിലും ഇപ്പോൾ ഒരു സംശയമുണ്ടോ ഇക്കാര്യത്തിൽ ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക്? ഇങ്ങനെയാണ് ഇവർ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 2021 മുതൽ പരോളിൻ്റെ വിവരങ്ങൾ ചോദിച്ചിട്ട് KK രമയ്ക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു നിയമസഭയുടെ എന്താണ് അവകാശത്തിൻ്റെ പ്രശ്നമാണല്ലോ, ഒരു അംഗത്തിൻ്റെ അവകാശത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചരിത്രത്തിൻ്റെതായ ഒരു നീതിബോധവും നീതിശാസ്ത്രവും ഒക്കെ ഉണ്ട്. അതനുസരിച്ച് ഇതിനൊക്കെ അവർ കണക്ക് പറഞ്ഞേ മതിയാവൂ. ഇതിനൊന്നും കണക്ക് പറയാതെ അത് പിണറായി വിജയനായിരുന്നാലും ശരി, CPM ആയിരുന്നാലും ശരി, ഇനി മറ്റാരായിരുന്നാലും ശരി, അങ്ങനെ പോകാൻ പറ്റും തോന്നുന്നില്ല. ഞാൻ റെജി ലൂക്കോസിനെ വ്യക്തിപരമായിട്ടൊന്നും പറയല്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇത്തരം ഒരു പ്രസ്ഥാനത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമല്ലാതാകുമ്പോഴോ ഒക്കെയാണ് ഞാൻ പറയുന്നത്. അതിലൊന്നും വേറെ തരത്തിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല. ആ നിലയിൽ അദ്ദേഹം അത് എടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് പ്രശ്നം. ഈ ചരിത്രത്തിന് മുമ്പിൽ നമ്മൾ മറുപടി പറഞ്ഞേ പറ്റൂ. റെജി ലൂക്കോസ്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം ഒന്ന് പഠിച്ചാൽ, ഒന്ന് സാമാന്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ താങ്കൾക്ക് നിസ്സംശയമായി മനസ്സിലാവും ഇതിനൊക്കെ മറുപടി പറയിച്ചിട്ട് മാത്രമേ ചരിത്രം അവസാനിക്കുകയുള്ളൂ. ചരിത്രം അങ്ങനെ തന്നെയാണ്. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് ഇതുപോലെ ഒരു ചാനൽ ചർച്ചയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അതൊന്നും ഒരുപാട് പറയേണ്ടതാണ്. അതൊക്കെ ഉണ്ട് എന്ന് താങ്കളൊന്ന് ഓർത്ത് വെക്കുന്നതെങ്കിലും നല്ലതാണ്.